ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ മന്ത്രി എം പി രാജേഷിന്റെ വീട്ടിലേക്ക് മഹിളാ മോർച്ച മാർച്ച് നടത്തി. കാലിക്കുടവുമായാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ. 500 രൂപയുടെ PPE കിറ്റ് ഇടപാടിൽ കമ്മീഷൻ വാങ്ങിയ ഇടതു സർക്കാർ കോടികളുടെ ബ്രൂവറി ഇടപാടിൽ എത്ര കോടി കമ്മീഷൻ പറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികളുടെ അഴിമതിക്ക് നീക്കം നടത്തിയത്. കുടിവെള്ളവും കർഷകരുമല്ല, മദ്യവും മുതലാളിമാരുമാണ് LDFന്റെ സംരക്ഷക പട്ടികയിലുള്ളതെന്നും നിവേദിത ആരോപിച്ചു. നമുക്കറിയാം, ഇവിടെ ഓരോ മദ്യനയം കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തിട്ടും അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചിലവാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ലിക്കറാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയാണ്, അധാർഷ്ട്യമാണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാടാങ്കോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു. E. കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ P. വേണുഗോപാൽ, ഓമനക്കുട്ടൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, അശ്വതി മണികണ്ഠൻ, സുമലത എന്നിവർ സംസാരിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.